വെറുതെ ഇട്ടേച്ചു പോയവർക്ക് പിന്നെയും പിന്നെയും മെസ്സേജ് അയച്ചിട്ട് ഒരു പോളെ കണ്ണടയ്ക്കാതെ മറുപടിയും കാത്തിരുന്നിട്ടുണ്ട്. അവർ ഓൺലൈനിൽ ഉണ്ടായിട്ടും മറുപടി കിട്ടാതെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അത് അവരുടെ മെസ്സേജ് ആണെന്ന് കരുതി പ്രതീക്ഷയോടെ ഫോൺ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഉറങ്ങാതെ കാത്തിരുന്ന് അവരുടെ ലാസ്റ്റ് സീൻ നോക്കി വേദനിച്ചിട്ടുണ്ട്. അവരെ വിളിക്കുമ്പോൾ നമ്പർ ബിസിയാണെന്നറിഞ്ഞ് ഉള്ളു പെടഞ്ഞിട്ടുണ്ട്. ഒരുപാട് നേരം കോൾ വെയിറ്റിംഗ് ആണെന്നറിഞ്ഞ് ഫോൺ വലിച്ചെറിഞ്ഞ് മുഖം പൊത്തി കരഞ്ഞിട്ടുണ്ട്. അവരെ കുറിച്ചോർത്ത് കരഞ്ഞ് തളർന്നുറങ്ങിയിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ അവരുടെ മെസ്സേജ് ഉണ്ടാവണമെന്ന പ്രാർത്ഥനയോടെ ഫോൺ എടുത്ത് നോക്കിയിട്ടുണ്ട്. പിന്നീട് അവരെ ഓൺലൈനിൽ കാണുമ്പോഴൊക്കെയും കണ്ണു നിറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രതീക്ഷയും കൈവിട്ടപ്പോൾ ഇനിയും അവരെ ഓൺലൈനിൽ കണ്ട് വേദനിക്കാൻ വയ്യെന്നോർത്ത് അവരെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കണ്ണുമടച്ച ആ ബ്ലോക്ക് ബട്ടണിൽ വിരലമർത്താൻ നേരം ജീവൻ പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അവരുടെ നമ്പർ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആ നമ്പർ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കും. അല്ലെങ്കിൽ എന്നേക്കുമായി ആ നമ്പർ നഷ്ടപ്പെട്ടാലോ? പിന്നീട് അപ്പോൾ തന്നെ ആ നമ്പർ വീണ്ടും സേവ് ചെയ്യും. അൺബ്ലോക്ക് ചെയ്ത് വീണ്ടും അവരുടെ ലാസ്റ്റ് സീൻ നോക്കും. എന്നിട്ട് വീണ്ടും പ്രതീക്ഷയോടെ അവർക്ക് മെസ്സേജ് അയക്കും. നോ റിപ്ലൈ. ശരിയാണ്, വിരഹത്തിന്റെ വേദന അറിയാൻ മനസ്സ് കൊടുത്ത സ്നേഹിച്ചവർ നമ്മെ വിട്ടു പോയാൽ മതി. കാലം അവരെ നമ്മിലേക്ക് എത്രമാത്രം അടുപ്പിച്ചിരുന്നെന്ന് മനസ്സിലാവുന്നത് അപ്പോഴാണ്. കാരണം കണ്ണടച്ചാലും തുറന്നാലും മനസ്സിൽ തെളിയുന്നത് അവരുടെ ആ മുഖമാണ്. അങ്ങനെ നമ്മളെ ഒഴിവാക്കി പോകുന്നവരെ ഒരിക്കലും പിടിച്ചു നിർത്തരുത്. കാരണം പിടിച്ചു വാങ്ങുന്ന സ്നേഹം ഒരിക്കലും നിലനിൽക്കില്ല. അല്ലെങ്കിലും മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവരുടെ സ്നേഹത്തിന് ഒരു വിലയും ഉണ്ടാവില്ല. സാരമില്ല, അവർക്ക് നമ്മുടെ സ്നേഹം അനുഭവിക്കാനുള്ള അർഹത. Download Moj.